ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണ് വന്നിച്ചിട. ആത്മനാഥാന നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീ നീടാൽ വാഴണം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണ് വന്നിച്ചിട. ആത്മനാഥാന നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീ വീണാൽ വാഴണം. ആത്മനാഥാന നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീ വീണാൽ വാഴണം. യേശുനാഥ ഒരു ശിശുവാ എന്നെ നിന്റെ മുൻപിൽ നൽകിയിടും നീ. എൻ പാപമേതും മായിച്ചു നീ, ദുഃഖഭാരമെല്ലാം മോചിച്ചു നീ. ആത്മാവിൽ നീ വന്നേരവൻ കണ്ണീരുവേഗം ആനന്ദമാ. ആത്മാവിൽ നീ വന്നേരവൻ കണ്ണീരുവേഗം ആനന്ദമാ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണ് വന്നിച്ചിടാം. ആത്മനാഥാന നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീ വീണാൽ വാഴണം. ആത്മനാഥാന നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീ വീണാൽ വാഴണം. വെളിപാട് പുസ്തകം 21-ാം അധ്യായം. ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു: ഇതാ സിംഹാസനത്തിൽ നിന്ന് വലിയ ഒരു സ്വരം ഞാൻ കേട്ടു. ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ അവിടുന്ന് തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഭയമോ ഭീതിയോ ഇനി ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞേ, ഇതാ ദൈവത്തിൻ്റെ കൂടാരം നിന്നെ സന്ദർശിച്ചിരിക്കുന്ന സമയമാണിത്. ദൈവം നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ, ഈ ലോകത്തിൻ്റെ ഏകരക്ഷകനായ ഈശോയുടെ മുമ്പിലാണ് നീ ഇപ്പോൾ വ്യാപരിക്കുന്നത്. കണ്ണുകൾ ഉയർത്തി നിന്നെ സന്ദർശിച്ചിരിക്കുന്ന ദൈവത്തെ ഒന്ന് നോക്കുകയും അവിടുന്ന് നിന്നെ കാണുവാൻ എത്തിയിരിക്കുന്നതാണ്. ഇപ്പോൾ വായിച്ചു കേട്ട വചനത്തിൽ നാം ശ്രവിച്ചു,
എന്തിനാണ് നിന്റെ ദൈവം നിന്നെ സന്ദർശിച്ചിരിക്കുന്നത്? നിന്റെ കണ്ണുനീരൊപ്പുവാൻ വേണ്ടിയാണ്, നിന്റെ കൂടെ നടക്കാൻ വേണ്ടിയാണ്, നിന്റെ വേദനകൾക്ക് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയാണ്, നിന്റെ പഴയകാല ജീവിതത്തെ നവീകരിക്കാൻ വേണ്ടിയാണ്. ആ ഈശോയ്ക്ക് ഹൃദയം കൊണ്ട് കുഞ്ഞെ നന്ദി പറഞ്ഞേ. ഈശോയെ, ഒരുപാട് ബലഹീനതകളുണ്ടായിരുന്നിട്ട് കൂടെ എന്നെ സന്ദർശിച്ച അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. പുനരമ്പരാനെ, ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കുവാൻ അങ്ങ് ഈ സമയങ്ങളെ എനിക്ക് വേണ്ടി മാറ്റിവെച്ചല്ലോ. ഈശോയെ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോയെ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം ആത്മനാഥ, നിന്നിൽ ചേരണം എൻ മനസ്സിൽ നീ നീടാൽ വാഴണം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം ആ പദമലരിൽ താണു വീണ് വന്നിച്ചിടാം ആത്മനാഥ, നിന്നിൽ ചേരണം എൻ മനസ്സിൽ നീ നീടാൽ വാഴണം. ആത്മനാഥ, നിന്നിൽ ചേരണം എൻ മനസ്സിൽ നീ നീടാൽ വാഴണം. ആരാധനയിലാണ് ഒരു വ്യക്തിയുടെ ബന്ധനങ്ങൾ അഴിയുന്നത്. ആരാധനയിലാണ് കെട്ടുകൾ പൊട്ടുന്നത്. ദൈവത്തെ ആരാധിക്കുവാൻ കടപ്പെട്ടവനും വിളിക്കപ്പെട്ടവരുമാണ് ഞങ്ങൾ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞെ, നിന്റെ മുന്നിൽ സന്നിഹിതനായിരിക്കുന്ന ദൈവത്തെ നീ ആരാധിക്കുവാൻ കടപ്പെട്ടിട്ടുണ്ട്. ഹൃദയം കൊണ്ട് നീ നിന്റെ ദൈവത്തിന് ആരാധന അർപ്പിക്കേണ്ട സമയമാണിത്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞെ, നമ്മുടെ ദൈവം നമ്മളെ സന്ദർശിച്ചിരിക്കുന്ന സമയമാണിത്. ഈ കാലഘട്ടങ്ങളിൽ എന്നെ സന്ദർശിച്ച എൻ്റെ ദൈവത്തെ ഞാൻ കൂടുതൽ അറിയുകയും അങ്ങനെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യണമെന്ന് എൻ്റെ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ പലരും കരുതിയിരിക്കുന്നത് ദൈവം എൻ്റെ പാപങ്ങൾക്ക് എന്നെ ശിക്ഷിക്കുന്ന ഒരു ന്യായാധിപനായി മാത്രമാണ്. പക്ഷേ വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നതിന് നേരെ എതിരായിട്ടുള്ള ഒരു പഠനവും ഒരു മനസ്സിലാക്കലുമാണ് അത്. എൻ്റെ ദൈവം എന്നെ ശിക്ഷിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ദൈവമല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും കാലത്ത് കടന്നുകൂടിയാൽ അതിൻ്റെ അപകടമുണ്ട്. അതിലുണ്ടായിരിക്കുന്ന അപകടം എന്ന് പറയുന്നത് പിന്നെ ഒരിക്കലും ദൈവത്തിൻ്റെ പക്കലേക്ക് തിരികെ വരുവാൻ അവന് സാധിക്കുകയില്ല. അവൻ ആ പാപത്തിൽ വ്യാപരിക്കുകയും പാപത്തിൽ മരണപ്പെടാനുള്ള സാധ്യത കൂടുതലാവുകയും ചെയ്യുന്നുണ്ട്.
ഇതേക്കുറിച്ച് യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം ഇതേക്കുറിച്ച് യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 13-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എൻ്റെ ജനം അജ്ഞത മൂലം അടിമത്തത്തിലേക്ക് നീങ്ങുകയാണ്. എങ്ങനെയാണ് അടിമത്തം ഉണ്ടാകുന്നത്? ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത മൂലം, ദൈവം ആരാണ് എന്ന കാര്യത്തിലുള്ള അജ്ഞത മൂലം ജനം പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് നീങ്ങുന്നുവെന്ന് യെശയ്യാ പ്രവാചകൻ നമ്മളെ പ്രബോധിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ എൻ്റെ ദൈവം ആരാണ്? എൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവം ആരാണ്? അതേറ്റവും മനോഹരമായി നമ്മളെ പഠിപ്പിക്കുന്നത് യോന പ്രവാചകനാണ്. നമ്മളിങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുകയെ, യോന ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നില്ലേ? കർത്താവിൻ്റെ സന്ദേശം സ്ഥിരമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നല്ലോ യോന. ദൈവത്തോട് മല്ലിട്ട് വിജയിക്കാൻ ആവില്ല എന്ന് യോന പ്രവാചകനെ മറ്റാരെങ്കിലും പഠിപ്പിക്കേണ്ടതായിട്ടുണ്ടായിരുന്നോ? ഇല്ല. ദൈവത്തിൽ നിന്ന് ഒളിഞ്ഞിരിക്കുവാൻ സാധിക്കുകയില്ല എന്ന് യോനായ്ക്ക് അറിയാവുന്ന കാര്യമായിരുന്നല്ലോ. എന്നിട്ടും യോന ദൈവം പറഞ്ഞത് കേൾക്കാതെ നിനിവേയിലേക്ക് പോകാതെ താർഷീഷിലേക്ക് പോകുന്നതായി നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടായിരിക്കാം യോന യുക്തിഭദ്രമല്ലാത്ത ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്? അതേക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ യോനാ പ്രവാചകൻ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് താൻ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത്? എന്തുകൊണ്ടാണ് ദൈവം പറഞ്ഞതിന് നേരെ വിപരീതമായ കാര്യം തൻ്റെ ജീവിതത്തിൽ താൻ നിർവഹിച്ചത് എന്ന് യോന തന്നെ പറയുന്നുണ്ട്. യോനാ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 2-ാം തിരുവചനം. അവിടെ ഇപ്രകാരം കാണുന്നു. യോന പറയുകയാണ്, കർത്താവേ, ഇത് തന്നെയല്ലേ ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ പറഞ്ഞത്? അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ നിനിവേയിലേക്ക് പോകാതെ താർഷീഷിലേക്ക് പോയത്? കർത്താവേ, അങ്ങ് കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനും ദയാലുവും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് യോനായുടെ പ്രശ്നം എന്താ? യോനായുടെ പ്രശ്നം യോനായ്ക്ക് ദൈവത്തെ അറിയാമായിരുന്നു എന്നതാണ്. ദൈവത്തെ അറിഞ്ഞത് എങ്ങനെയാണ്? ദൈവം കാരുണ്യവാനാണ്, ക്ഷമാശീലനാണ്, സ്നേഹസമ്പന്നനാണ്, ദയാലുവാണ്, ശിക്ഷിക്കുന്നതിൽ വിമുഖതയുള്ള ഒരു ദൈവമാണ്. ഈ ദൈവത്തെക്കുറിച്ച് യോനാ പ്രവാചകന് വളരെ നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് യോന നിനിവേയിലേക്ക് പോകാത്തത്. അതായത് വിശുദ്ധ ഗ്രന്ഥത്തിൽ അബ്രാഹത്തിൻ്റെ കാര്യം ഉറപ്പായിട്ട് യോനാ പ്രവാചകൻ്റെ ഓർമ്മയിൽ കടന്നു വന്നിട്ടുണ്ടാകും. സോദോം ഗൊമോറ ദേശത്തെ നശിപ്പിക്കുവാനായി ദൈവം തീരുമാനിക്കുന്ന സമയം ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 18-ാം അധ്യായത്തിൽ ആ ഭാഗം വിവരിക്കുന്നുണ്ട്. ദൈവം സോദോം ഗൊമോറ ദേശം സന്ദർശിക്കുന്നതിന് മുമ്പ് അബ്രാഹത്തോട് തൻ്റെ മനസ്സ് പറഞ്ഞു വെക്കുന്നുണ്ട്. അവിടെ അബ്രാഹം ഈ ജനത്തിനു വേണ്ടി അപേക്ഷിക്കുക, ദൈവമേ, 50 പേരുണ്ടെങ്കിൽ ഇവരെ നശിപ്പിക്കാതിരിക്കാമോ? 45 ഉണ്ടെങ്കിൽ രക്ഷിക്കാമോ? 30 ഉണ്ടെങ്കിൽ ഇവരോട് കരുണ കാണിക്കാമോ? 10 ഉണ്ടെങ്കിൽ ഇവരെ നശിപ്പിക്കാതിരിക്കാമോ? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദൈവം അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ യോന ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ ഗ്രഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. യോനായ്ക്കറിയാം, യോനാ പ്രവാചകൻ ദൈവത്തിൻ്റെ സന്ദേശവുമായി നിനിവേയിലേക്ക് കടന്നുചെന്ന് അവിടെയുള്ള ജനത്തോട് പ്രസംഗിച്ചാൽ, ദൈവത്തിൻ്റെ സന്ദേശം അറിയിച്ചാൽ മിനിമം 10 പേരെങ്കിലും മാനസാന്തരപ്പെടും. ഈ 10 പേര് ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെട്ട് കർത്താവെ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞാൽ നിനിവേയിൽ വരുത്തുവാൻ കർത്താവ് പദ്ധതിയിട്ടിരുന്ന ദുരന്തങ്ങളൊക്കെ അവിടെ നിന്ന് മാറിപ്പോവും. അപ്പോൾ ജനത്തിൻ്റെ മുമ്പിൽ വാക്കിന് വിലയില്ലാത്തവനായി ഈ യോന അവശേഷിക്കും. കാരണം അവൻ പ്രവചിച്ചതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ആളുകളുടെ മുമ്പിൽ ഒരു മൂഢനായി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ യോന മുമ്പേ ഗ്രഹിച്ചു. അതുകൊണ്ട് യോന പറയുകയാണ്, കർത്താവെ, എനിക്ക് നിന്നെ അറിയായിരുന്നു. നീ കാരുണ്യവാനാണെന്നും ശിക്ഷിക്കുന്നതിൽ വിമുഖതയുള്ള ദൈവമാണെന്നും എനിക്കറിയാമായിരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ നിനിവേയിലേക്ക് പോകാതെ താർഷീഷിലേക്ക് പോകുവാൻ തീരുമാനിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് യോന എങ്ങനെ ഗ്രഹിച്ചു? ഇത് യോന കണ്ടുപിടിച്ച പുതിയൊരു കാര്യമല്ല.
പുറപ്പാട് പുസ്തകത്തിൻ്റെ 34 അധ്യായം 5, 7 തിരുവചനങ്ങളിൽ ദൈവം നേരിട്ട് മോശയോട് പറഞ്ഞ കാര്യമാണിത്. രണ്ടാമത് ഫലകങ്ങൾ രൂപപ്പെടുത്തി 10 പ്രമാണങ്ങൾ എഴുതി കൊടുക്കുന്ന അവസരത്തിൽ മോശയുടെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുക. മോശയുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ദൈവം മോശയോട് പറയുന്നു, ഞാൻ കർത്താവാണ്. പരിചയപ്പെടുത്തുകയാണ്, ഞാൻ കർത്താവാണ്. അങ്ങനെ പറഞ്ഞതിന് ശേഷം മോശയെ കടന്നു പോകുമ്പോൾ തൻ്റെ ചില കാര്യങ്ങൾ കൂടെ മോശയോട് പറഞ്ഞിട്ട് പോവാ. ഞാൻ കാരുണ്യവാനാണ്, ക്ഷമാശീലനാണ്, ശിക്ഷിക്കുന്നതിൽ വിമുഖതയുള്ള വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അറിവാണ് യോനാ പ്രവാചകനിലൂടെ വീണ്ടും നമ്മൾ ഗ്രഹിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ ദൈവം. എൻ്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞ് പാപം വന്നാൽ, ഒരു വീഴ്ച വന്നാൽ എന്നെ അങ്ങ് നശിപ്പിച്ച് കളയാം എന്ന് ചിന്തിക്കുന്ന ദൈവം അല്ല എൻ്റെ ദൈവം. മറിച്ച് ഞാൻ കരുണയ്ക്ക് വേണ്ടി ഒന്ന് നിലവിളിച്ചാൽ എന്നെ കരുണ കൊണ്ട് പൊതിയാമല്ലോ എന്ന് കരുതുന്ന ദൈവമാണ് എൻ്റെ ദൈവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കരുണ കിട്ടാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? ഒറ്റ കാര്യം ചെയ്താൽ മതി. ഞാൻ ദൈവത്തോട് ചോദിക്കണം, കർത്താവേ കരുണയായിരിക്കണേ. അതല്ലേ നല്ല കള്ളൻ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ വലതുഭാഗത്ത് കുരിശിന്മേൽ തറക്കപ്പെട്ട കള്ളനെയാണ് നമ്മൾ നല്ല കള്ളൻ എന്ന് വിളിക്കുക. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയുന്നതായിരിക്കും യുക്തിഭദ്രം. കാരണം എന്താ? മരണത്തിന് വിധിക്കപ്പെട്ട മനുഷ്യനാണ്. ജീവിച്ചിരിക്കുന്നതിൽ അപകടമാണ് എന്ന് അധികാരികൾ പറഞ്ഞ മനുഷ്യനാണ്. അതുപോലെ ബലഹീനതയുള്ള പാപ സാഹചര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു നല്ല കള്ളൻ. ജീവിക്കേണ്ട എന്ന് അധികാരികൾ തീരുമാനിച്ച വ്യക്തി. പക്ഷേ ആ വ്യക്തി കുരിശിൽ കിടന്ന് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ കരുണയായിരിക്കണമേ, ഇന്ന് അങ്ങയോടുകൂടെ പറുദീസായിലായിരിക്കുവാൻ എനിക്കും കൃപ തരണമേ എന്ന് ഈ വ്യക്തി ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുക. ഈശോ അത് കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമുക്കും ചെയ്യാനുള്ള ഒരു കാര്യം ഇതാ, ദൈവസന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി യാചിക്കുക. എൻ്റെ ഹൃദയം തുറന്നുകൊണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ ഈശോയോട് പറഞ്ഞ്, കർത്താവേ ഇതാണ് ഞാൻ, എന്നോട് കരുണയായിരിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ ഒരു ദൈവ പൈതൽ നിലവിളിച്ചാൽ അവൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ ദൈവത്തിന് കഴിയില്ല. കർത്താവ് എന്നോട് കരുണയായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അല്പസമയം മുട്ടിൽമേലായിരിക്കാം, കണ്ണുകളൊക്കെ അടച്ചേ. ഈശോയുടെ സന്നിധിയിൽ ആ നല്ല കള്ളൻ ചോദിച്ചതുപോലെ ഒന്ന് ചോദിക്കാവോ, കർത്താവേ എന്നോട് കരുണയായിരിക്കണേ. ഒരുപാട് ബലഹീനതയുള്ള മനുഷ്യനാണ് ഞാൻ. ആ ബലഹീനത കൊണ്ട് ഞാൻ എന്നെ തന്നെ ഭാരപ്പെടുത്താറുണ്ട്. ഈശോയെ, നല്ല കള്ളൻ ചോദിച്ചതുപോലെ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ ചോദിക്കുകയാണ്, കർത്താവേ എന്നോട് കരുണ തോന്നണമേ. ജെർമിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 19-ാം തിരുവചനത്തിൽ ജീവിതം മുഴുവൻ തകർച്ചയിലേക്ക് കടന്നുപോയ, അടിമത്തത്തിലേക്ക് കടന്നുപോയ ജനത്തെ നോക്കി കർത്താവേ അങ്ങ് പറയുന്നുണ്ടല്ലോ, എൻ്റെ മക്കളോടുകൂടെ നിന്നെ പാർപ്പിക്കുവാൻ ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. ഏറ്റവും ചേതോകരമായ കാര്യങ്ങൾ നിനക്ക് അവകാശമായി നൽകുവാൻ ഞാൻ ഏറെ ആഗ്രഹിച്ചു. എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്നും എൻ്റെ മാർഗം നീ ഉപേക്ഷിക്കുകയില്ല എന്നും നിന്നെക്കുറിച്ച് ഞാൻ പ്രതീക്ഷിച്ചു. ഈശോയെ, ഇത് വിശുദ്ധരായ ഒരു ജനത്തെ നോക്കി പറഞ്ഞ കാര്യമല്ല. എന്നെപ്പോലെ പാപത്തിൽ തകർന്നു നിൽക്കുന്ന ഒരു ജനത്തെ നോക്കി, ഒരുവനെ നോക്കി, ഒരുവളെ നോക്കി പറഞ്ഞതാ. ഏറ്റവും ചേതോഹരമായ കാര്യം തരാമെന്ന്, മകനെന്ന മകളെന്ന സ്ഥാനം വീണ്ടും ഞാൻ തരാമെന്ന്. ഈശോയെ, ജെർമിയ 3:19 അങ്ങ് പറഞ്ഞ ആ വചനത്തെ ഞാൻ സ്വീകരിക്കുകയാണ്. അങ്ങയുടെ മകനായി, അങ്ങയുടെ മകളായി എന്നെ സ്വീകരിക്കണമേ. എന്നിലേക്ക് കർത്താവേ കരുണ ചൊരിയണമേ. കരുണ തോന്നണേ നാഥ, അലിവ് തോന്നണേ, അനുഗ്രഹിക്കണേ നാഥ,
അനുഗ്രഹിക്കണേ. കരുണ തോന്നണേ നാഥ, അലിവ് തോന്നണേ, അനുഗ്രഹിക്കണേ നാഥ, അനുഗ്രഹിക്കണേ. പുനതമ്പുരാനെ, ഈ കാലഘട്ടങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള എല്ലാ വീഴ്ചകളെ ഞാൻ ഓർക്കുക. എത്രയോ തവണ കുമ്പസാരക്കൂട്ടിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്, ഇനി ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആവർത്തിക്കില്ല. കർത്താവെ, വീണ്ടും വീണ്ടും ഞാൻ ഉപേക്ഷിച്ച പാപങ്ങളിൽ വീണു പോകാറുണ്ട്. എൻ്റെ എല്ലാ പാപങ്ങളെ ഓർത്ത്, എൻ്റെ ബലഹീനതകളെ ഓർത്ത് കർത്താവെ, ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുക. അങ്ങയുടെ കുരിശിലെ ബലിയുടെ യോഗ്യതയാൽ എന്നോട് കരുണ തോന്നണമേ. കരുണ തോന്നണേ നാഥ, അലിവ് തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. പൊന്നുപിതാവേ, കുമ്പസാരക്കൂട്ടിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ എന്നോടങ്ങ് ആവശ്യപ്പെടുന്ന കാര്യമാണ്, ഞാൻ പാപ സാഹചര്യങ്ങളെ ഒഴിവാക്കണം. പാപിനിയായ സ്ത്രീയോട് അങ്ങ് പറഞ്ഞു, മോളെ, മേല് നീ പാപം ചെയ്യരുത്. ഒരു തീരുമാനം എടുക്കാനാണ് പറഞ്ഞത്. സാഹചര്യങ്ങളെ ഒഴിവാക്കുവാനാണ് നീ പറഞ്ഞത്. സക്കേവൂസ് രക്ഷപ്പെട്ടത് മരത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴല്ല. അവൻ തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെ ഉപേക്ഷിക്കുന്നുവെന്ന് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തപ്പോഴാണ്. നല്ല ബോധ്യമുണ്ട്, കർത്താവെ, ഞാൻ ബലഹീനനാണ്. പാപസാഹചര്യങ്ങളെ ഒഴിവാക്കുവാനും മാറ്റി നിർത്തുവാനും ഉള്ള ശക്തി എനിക്കില്ല. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ പൊന്നുതമ്പുരാനെ, അങ്ങ് എന്നെ അനുഗ്രഹിച്ചാൽ, അങ്ങ് എന്നെ തൊട്ടാൽ ഞാൻ ശുദ്ധിയുള്ളവനാകും. എനിക്ക് ഏത് സാഹചര്യത്തെ, ഏത് വ്യക്തികളെ വേണമെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റും. എൻ്റെ ആ ബലഹീനതയിലേക്ക്, സാഹചര്യങ്ങളെ മാറ്റുവാനുള്ള ബലഹീനതയിലേക്ക് കരുണയായി ഈശോയെ കടന്നു വരണമേ. കരുണ തോന്നണേ നാഥ, അലിവ് തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. പൊന്നുതമ്പുരാനെ, എൻ്റെ തകർന്ന എല്ലാ ബന്ധങ്ങളെയും അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരിക. അങ്ങ് ദാനമായി നൽകിയ എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ, എൻ്റെ ബന്ധുമിത്രാദികളെല്ലാം കർത്താവെ, അങ്ങയുടെ ദാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ദൈവമേ, കഴിഞ്ഞകാല ജീവിതത്തിൽ എൻ്റെ വാക്കോ പ്രവൃത്തിയോ മൂലം അവരേറെ വേദനിക്കുവാൻ ഇടയായിട്ടുണ്ട്. അതുമൂലം ഞങ്ങൾ മാനസികമായി വളരെയേറെ ദൂരെയാണ്. ഈശോയെ, ആ തകർന്ന ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുവാൻ അങ്ങേക്ക് സാധിക്കുമല്ലോ. തകർന്ന ബന്ധങ്ങളെ കൂട്ടിയിണക്കുവാൻ അങ്ങേക്കല്ലേ സാധിക്കുകയുള്ളൂ. ഈശോയെ, ആ തകർന്ന ബന്ധങ്ങളിലെല്ലാം അങ്ങയുടെ കരുണ ഈ നിമിഷം, ഈ ആരാധനയുടെ നിമിഷം ചൊരിയണമേ എന്ന് ആഗ്രഹിക്കുന്നു. കരുണ തോന്നണേ നാഥ, അലിവ് തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞേ, ദൈവസന്നിധിയിൽ നിന്റെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ എന്തു തന്നെയായാലും, നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടണമെന്ന്, നിന്റെ കാരുണ്യവാനായ ഈശോ ഇടപെടണമെന്ന് നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തു തന്നെയായാലും നീ ദൈവസന്നിധിയിൽ കർത്താവിനോട് ഈ സമയത്ത് പറയുക. ഈശോയെ, എൻ്റെ ബലഹീനതയിലേക്ക് അങ്ങയുടെ കരുണയുടെ കരം അങ്ങ് നീട്ടിത്തരണമേ. കരുണ തോന്നണേ നാഥ, അലിവ് തോന്നണേ, അനുഗ്രഹിക്കണേ
ഈശോയുടെ മുമ്പിൽ നമുക്ക് മുട്ടിന്മേലായിരിക്കാം. അവിടുത്തെ ആശീർവാദം സ്വീകരിക്കുവാനായി നാം ഒരുങ്ങുകയാണ്. നാം ഈ ആരാധനയിൽ ദൈവസന്നിധിയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. ആ ആഗ്രഹങ്ങളുടെ മേൽ, അഭിലാഷങ്ങളുടെ മേൽ കർത്താവ് തൻ്റെ കരുണയുടെ ആശീർവാദം തരുന്ന സമയമാണ്. ഈശോയോട് പ്രാർത്ഥിക്കാം, കർത്താവേ, അങ്ങയുടെ കരുണ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും ഞാനായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളുടെ മേലും അങ്ങൊടുക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ. കരുണാമയനേ, ക്രൂശിതനേ, കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകേണമേ, കാരുണ്യം തൂകേണമേ. കരുണാമയനേ, കാരുണ്യം തൂകേണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും